ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഏറ്റവും ബഹുമാനമുള്ളതും ഏറ്റവും അടുപ്പമുള്ളവർ ഈ പറയുന്ന പാസ്റ്റ് ഗ്രഹാം, ഫ്രാങ്ക്ലിൻ ഗ്രഹാമും അത് മൈക്ക് ഹക്കാബ്, ഇങ്ങനെ പൊളവൈറ്റ്, ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും സ്വാധീനമുള്ളവർ. അപ്പം ഇവർ ത്രൂ ആണ് ഇനി ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ള ഡിപ്ലോമസി പോയി കഴിഞ്ഞാൽ നമ്മൾ റിലയൻസിൻ്റെ 300 ബില്യൺ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അഡാനിയുടെ 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പണിഷ്മെൻറ്റ് ഈ പണിഷ്മെൻറ്റ്, അതേപോലെ തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങാനും ഡോട്ട് ലൈൻ്റെ ഇത്ര ഹ്യൂജായിട്ടുള്ള ട്രേഡിൻ്റെ ഇഷ്യൂസ്, ഇതൊന്നും പഴയ രീതിയിൽ ഇത് പഴയ ഇന്ത്യ മോദി ട്രംപ് റിലേഷൻഷിപ്പ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ പഴയ രീതിയിലാകുവാൻ ഈ സംഭവം ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചിരിക്കുന്ന വഴി. കാരണം അത് വൈറ്റ് ഹൗസിനകത്തും ട്രംപിൻ്റെ അടുത്ത റീച്ച് കിട്ടി. ട്രംപ് ആ കാര്യങ്ങൾ നടത്തി കൊടുത്തു. ഇങ്ങനെ നടത്തി കൊടുക്കുവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വരാൻ പോകുന്ന വലിയ ക്രൈസിസ്, സാമ്പത്തികമായ ക്രൈസിസ് നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ. ഉറപ്പായിട്ടും അതിനകത്ത് അമേരിക്കൻ ഡിമാൻഡുകളുണ്ടാകും. ഈ പറയുന്ന അമേരിക്കൻ സുവിശേഷകർ ഇന്ത്യയിൽ വരുന്ന കാര്യത്തിൽ പല ആൾക്കാർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് വഴിയൊരുക്കി കൊടുക്കണം. അതിനകത്ത് പിന്നെ റെസ്ട്രിക്ഷൻസും പ്രശ്നവും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം പിന്നീട് അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് കുഴിയിൽ നിന്നും അധോഗതിയിലോട്ടായി പോകുന്നത്. അതേപോലെ ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക്, അത് പൂർണ്ണമായിട്ടും മോദി ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യണം സ്റ്റേറ്റിനെ വെച്ച്. കാരണം ഇനി കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം വളരെ സീനിയർ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില പ്രവിശ്യയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ട്രംപുമായിട്ടൊക്കെ അടുപ്പമുള്ളവർ, ഇപ്പം ഞാൻ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ ചർച്ചുകളെയും പാസ്റ്റർമാരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതിനൊക്കെ എന്തും മറുപടിയാണ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പം ഇതെല്ലാം ഈ പറയുന്ന വൈറ്റ് ഹൗസും അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരും മനസ്സിലാക്കുക, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലുണ്ടായ രാജ്യമാണ്. അവരത് ഒരു കാരണവശാലും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് ടേക്ക് ഇറ്റ് ഫ്രം മീ. കാരണം നിങ്ങൾ ആ രാജ്യത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കുക. അവരതിനകത്ത് കോംപ്രമൈസ് ചെയ്യത്തില്ല. ആരാണെങ്കിലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിന് മോദിയല്ല, അതാണെങ്കിലും ഇതാണെങ്കിൽ പോലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അവരത് പുറകെ വെക്കും, മറ്റുള്ള കാര്യങ്ങൾ പറയും. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്.